നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ 6ാമത്തെ വീഡിയോ ആണ്. 50 കറണ്ട് അഫയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ നമുക്ക് 51ാമത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. ചോദ്യം ഇതാണ്: തപാൽ മേഖലയിലെ പരസ്പര സഹകരണം ശക്തമാക്കാൻ 2026 ഫെബ്രുവരിയിൽ ഇന്ത്യ ഏത് രാജ്യവുമായാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്? എന്താണ് തപാൽ മേഖലയിൽ? ഏത് മേഖലയിലാണ്? തപാൽ മേഖലയിലെ പരസ്പര സഹകരണം ശക്തമാക്കാൻ വേണ്ടിയിട്ട് 2026 ഫെബ്രുവരിയിൽ ഇന്ത്യ ഒരു രാജ്യവുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചായിരുന്നു. ആ രാജ്യം ഏതാണ്? ഉത്തരം ബ്രസീലാണ്. ബ്രസീലുമായിട്ടാണ് 2026 ഫെബ്രുവരിയിൽ തപാൽ മേഖലയിലെ പരസ്പര സഹകരണം ശക്തമാക്കാനായിട്ട് ഇന്ത്യ ഒപ്പുവെച്ചത്. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം 52ാമത്തെ കറണ്ട് അഫെയർ ആണ്. രാജ്യത്ത് നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഡൽഹി പോലീസ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ. രാജ്യത്ത് നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഡൽഹി പോലീസ്, ഏത് പോലീസാണ്? ഡൽഹി പോലീസ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ സൈബർ ഹോക്ക് 3.0. ഓപ്പറേഷൻ സൈബർ ഹോക്ക് 3.0. അപ്പോൾ 53ാമത്തെ കറണ്ട് അഫെയർ നോക്കാം. സംസ്ഥാന സർക്കാർ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനുള്ള ഡിജിറ്റൽ മൊബൈൽ ആപ്ലിക്കേഷൻ. സംസ്ഥാന സർക്കാർ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനായുള്ള ഡിജിറ്റൽ മൊബൈൽ ആപ്ലിക്കേഷൻ എന്താണ്? സംസ്ഥാന സർക്കാരിൻ്റെ സേവനങ്ങളെല്ലാം കൂടി ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനുള്ള ഡിജിറ്റൽ മൊബൈൽ ആപ്ലിക്കേഷനാണ് നമ്മുടെ കേരളം. എന്താണ്? നമ്മുടെ കേരളം. അടുത്തത് 54ാമത്തെ ചോദ്യം: ആരാരുമില്ലാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും തണലായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്. ചോദ്യം എന്താണ്? ആരാരുമില്ലാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് തണലായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജെൻഡർ ഹെൽപ്പ് ഡെസ്കിൻ്റെ പേരെന്താണ്? സ്നേഹിത. അടുത്തത് 55ാമത്തെ ചോദ്യമാണ്: പ്രസവ അവധി ഒരു സ്ത്രീയുടെ മൗലിക അവകാശമാണെന്ന് ചൂണ്ടിക്കാണിച്ച ഹൈക്കോടതി. പ്രസവ അവധി അഥവാ മെറ്റേണിറ്റി ലീവ് ഒരു സ്ത്രീയുടെ മൗലിക അവകാശമാണെന്ന് ചൂണ്ടിക്കാണിച്ച ഹൈക്കോടതി ഏതാണ്? അത് നമ്മുടെ കേരള ഹൈക്കോടതിയാണ് പ്രസവ അവധി ഒരു സ്ത്രീയുടെ മൗലിക അവകാശമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് 56ാമത്തെ ചോദ്യമാണ്: ഇന്ത്യയിലെ തപാൽ വകുപ്പ് പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പ് പരമ്പരയിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ച കലാരൂപം ഏതാണ്? ഏതാണ് കലാരൂപം? പാവക്കഥകളിയാണ്. ഇന്ത്യയിലെ തപാൽ വകുപ്പ് പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പ് പരമ്പരയിൽ നമ്മുടെ കേരളത്തിൽ നിന്നും ഇടം പിടിച്ച കലാരൂപമാണ് പാവക്കഥകളി. അടുത്തത് 57ാം ചോദ്യമാണ്: ഭിന്നശേഷിക്കാരെ സ്വയം പര്യാപ്തരാക്കാനായി സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിൽ ആരംഭിക്കുന്ന സ്വയം സഹായ സംഘം. ഭിന്നശേഷിക്കാരെ സ്വയം പര്യാപ്തരാക്കാനായിട്ട് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിൽ ആരംഭിക്കുന്ന സ്വയം സഹായ സംഘം എന്താണ്? സുശക്തി. ആ സംഘത്തിൻ്റെ പേരെന്താണ്? സുശക്തി. എന്തിനാണ്? ഭിന്നശേഷിക്കാരെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിൽ ആരംഭിക്കുന്ന സ്വയം സഹായ സംഘമാണ് സുശക്തി എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ 58ാമത്തെ ചോദ്യമാണ്: 67 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റിൻ്റെ ഫൈനലിൽ പ്രവേശിച്ച ടീം. 67 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റിൻ്റെ ഫൈനലിൽ പ്രവേശിച്ച ടീം ഏതാണ്? അത് ജമ്മു കാശ്മീർ ആണ്. 67 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റിൻ്റെ ഫൈനലിൽ പ്രവേശിച്ച ടീം ഏതാണ്? ജമ്മു കാശ്മീർ. അടുത്ത 59ാമത്തെ ചോദ്യം ഇതാണ്: സംസ്ഥാനത്തെ പക്ഷികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന ബേർഡ്സ് അറ്റ്ലറ്റ്സ് തയ്യാറാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം. ചോദ്യം ശ്രദ്ധിച്ചോ? സംസ്ഥാനത്തെ പക്ഷികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന ബേർഡ് അറ്റ്ലറ്റ്സ് തയ്യാറാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഗോവയാണ്. ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ കേരളമാണ്. അപ്പോൾ ആദ്യം തയ്യാറാക്കിയത് നമ്മുടെ കേരളമാണ്. രണ്ടാമതായിട്ട് ഇങ്ങനെ ഒരു ബേർഡ് അറ്റ്ലറ്റ്സ് തയ്യാറാക്കിയത് ഗോവയാണ്. ഓക്കെ അല്ലേ? അടുത്ത നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം: വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരമായി മാറിയ ഇന്ത്യൻ ക്യാപ്റ്റൻ. വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരമായി മാറിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണ്? അത് ഹർമൻപ്രീത് കൗറാണ്. ആരാണ്? ഹർമൻപ്രീത് കൗറാണ് വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരമായി മാറിയ ഇന്ത്യൻ ക്യാപ്റ്റൻ. എത്ര മത്സരങ്ങളാണ്? 161 ഏകദിനങ്ങളും 189 T20 മത്സരങ്ങളും 6 ടെസ്റ്റുകളുമാണ് ഹർമൻപ്രീത് കൗർ കളിച്ചത്.
അപ്പോൾ ചോദ്യങ്ങൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായാലും കുറച്ച് നിങ്ങൾക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആണെന്നാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഒക്കെ മിസ്സായി കിടക്കുമായിരുന്നു. അപ്പോൾ കണ്ടിന്യൂഷനൊക്കെ പോയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വീണ്ടും കണ്ടു തുടങ്ങണം കേട്ടോ. നമുക്ക് ഇനി 3 മാസം കൂടിയേ ഉള്ളൂ. നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ പ്രിലിംസ് വരും ജൂലൈയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്നോട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും എത്തിയത്. തുടർന്നും നിങ്ങളുടെ ഈ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്കും തോന്നും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു മോക്ക് ടെക്സ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാലോ? ബായോ. അപ്പം നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെക്സ്റ്റ് ചെയ്യാം നമുക്ക്. നിങ്ങൾ റെഡിയല്ലേ? പുതിയ രീതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? ചിലർക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ, എന്നാലും എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം യൂട്യൂബ് പറയുന്നത് നമ്മളുടേതായ രീതിയിൽ ഓരോ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ക്രിയേറ്റിവിറ്റി ഒക്കെ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. എനിക്ക് വലിയ ക്രിയേറ്റിവിറ്റി ഒന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ മാറ്റങ്ങളൊക്കെ ഇഷ്ടമാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ടത്തെ പോലെ ചിലരുണ്ടാവും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ പഠിക്കുന്നതാണ് ഇഷ്ടം എന്നുള്ളവർക്ക് ഉണ്ടാവുമല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറയണം. അപ്പോൾ ഞാൻ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് ചെയ്യാം. എന്താണെങ്കിലും നിങ്ങൾ പറയണേ. അപ്പോൾ എനിക്ക് ഇന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, പിള്ളേർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമോ എന്ന്. അപ്പോൾ നോക്കാം നമുക്ക്. നമ്മുടെ ആദ്യത്തെ ചോദ്യം, രാജ്യത്തുടനീളമുള്ള സംഘടിത സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഡൽഹി പോലീസ് ആരംഭിച്ച ബൃഹത്തായ ദൗത്യം ഏതാണ്? സംഘടിത സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഡൽഹി പോലീസ് ആരംഭിച്ച ബൃഹത്തായ ദൗത്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓപ്പറേഷൻ സൈബർ ഹോക്ക് 3.0. അടുത്തത്, ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, സുശക്തിയാണ്. മൂന്നാമത്തെ ചോദ്യം, വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹർമൻപ്രീത് കൗർ. അടുത്തത്, ഇന്ത്യൻ തപാൽ വകുപ്പ് പുറത്തിറക്കിയ പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന സ്റ്റാമ്പ് പരമ്പരയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട കലാരൂപം ഏതാണ് കലാരൂപം? പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന സ്റ്റാമ്പ് പരമ്പരയിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട കലാരൂപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പാവക്കഥകളി. അടുത്ത ചോദ്യം നോക്കാം. കേരള സർക്കാർ സേവനങ്ങൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പുതിയ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ പേരെന്ത്? കേരള സർക്കാർ സേവനങ്ങൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച പുതിയ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ പേരെന്താണ്? ഏത് കേരളം? ഇതിൽ കുറേ കേരളങ്ങളുണ്ടല്ലേ. ഏതാണ്? നമ്മുടെ കേരളം. ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, നമ്മുടെ കേരളമാണ്. അടുത്തത്, തപാൽ മേഖലയിലെ സഹകരണം ശക്തമാക്കുന്നതിനായി 2026 ഫെബ്രുവരിയിൽ ഇന്ത്യ ഏത് രാജ്യവുമായാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്? ഏത് രാജ്യമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബ്രസീലാണ് കേട്ടോ. അടുത്തത്, പ്രസവാവധി ഒരു സ്ത്രീയുടെ മൗലിക അവകാശമാണെന്ന് വിധിച്ച ഹൈക്കോടതി ഏതാണ്? പ്രസവാവധി, മെറ്റേണിറ്റി ലീവ് ഒരു സ്ത്രീയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, മൗലിക അവകാശമാണെന്ന് വിധിച്ച ഹൈക്കോടതി ഏതാണ്? അത് ഉത്തരം ഓപ്ഷൻ ബി ആണ്, കേരള ഹൈക്കോടതി. അടുത്തത്, ആരാരുമില്ലാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും തണലായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്. ആരാരുമില്ലാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും തണലായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്നേഹിത. സംസ്ഥാനത്തെ പക്ഷികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന ബേർഡ് അറ്റ്ലറ്റ്സ് തയ്യാറാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം. സംസ്ഥാനത്തെ പക്ഷികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന ബേർഡ് അറ്റ്ലറ്റ്സ് തയ്യാറാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി, ഗോവയാണ്. ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് അല്ലേ. ഇനി ലാസ്റ്റ് ചോദ്യമാണ്, എത്ര വർഷത്തെ ചരിത്രത്തിന് ശേഷമാണ് ജമ്മു കാശ്മീർ ടീം ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിൽ പ്രവേശിച്ചത്? എത്ര വർഷത്തെ ചരിത്രത്തിന് ശേഷമാണ് ജമ്മു കാശ്മീർ ടീം ആദ്യമായിട്ട് രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിൽ പ്രവേശിച്ചത്? എത്ര വർഷമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 67 വർഷം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ 10 ചോദ്യങ്ങൾ. നമുക്ക് അടുത്ത 10 കറണ്ട് അഫയേഴ്സായിട്ട് നാളെ വീണ്ടും കാണാം. താങ്ക് യു.